നല്ല വിശപ്പുള്ള ചില ദിവസങ്ങളിൽ അടുക്കളയിൽ കയറി നോക്കിയാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കഴിക്കാനുണ്ടാവില്ല. അത്തരം സന്ദർഭങ്ങളിൽ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് മുട്ടയുണ്ടോ നോക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളായിട്ടുള്ള തക്കാളി, സവാള, വേപ്പില ഇതും കൂടി ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി മുട്ടച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലെ അടുക്കളയിലെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓടിപ്പോയി കുറച്ച് മുട്ടയും സവാളയും തക്കാളിയൊക്കെ എടുത്തിട്ട് വേഗം മുട്ടച്ചോറ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അതിനായിട്ട് കുനുകുനാന്നരിഞ്ഞ കുറച്ച് സവാള, തക്കാളി, വേപ്പില, പിന്നെ 2-3 മുട്ട, അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചെടുക്കാം. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ള മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഉപ്പിട്ട് വഴറ്റണം. അതിനുശേഷം വേപ്പില ഇടുക. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഈ 3 പൊടി മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിന്റെ കൂടെ ചേർക്കണം. തക്കാളി കൂടി ഒന്ന് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നടുവിലായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട കൂടുതൽ എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ആദ്യം വെജിറ്റബിൾസിൽ കുറച്ച് ഉപ്പ് മാത്രമാണ് ഇടുന്നത്. പിന്നെ മുട്ട ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് മുട്ടേനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. പിന്നെ അവസാനം വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തത് ഇതുപോലൊരു അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ഇനി ചോറിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പൊ ഗൈസ്, ബൈ.